Hello friends, welcome back to Technique Malayalam. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ വളരെ എൻട്രി ലെവൽ കാറ്റഗറിയിൽ വരുന്ന ഒരു 4G സ്മാർട്ട് ഫോണാണ്. പോക്കോൻ്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഡിവൈസായ പോക്കോ C65 ആണ്. അപ്പോൾ നമുക്കറിയാം പോക്കോൻ്റെ C സീരീസ് എപ്പോഴും തന്നെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന, അതായത് ഒരു 10,000 രൂപയ്ക്ക് താഴെ വരുന്ന അഫോർഡബിൾ ഡിവൈസസ് ആണ് പോക്കോൻ്റെ C സീരീസ് വരാറ്. അപ്പോൾ അതിൽ വന്ന മറ്റൊരു ഡിവൈസാണ് പോക്കോ C65. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ക്വിക്കായ അൺബോക്സിംഗ് ചെയ്യാൻ, കാരണം ഇതിനകത്ത് വലിയ കാര്യമായൊന്നും നമുക്ക് പറയാനില്ല. ബഡ്ജറ്റ് ഡിവൈസ് ആണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയില്ല. എങ്കിലും നമ്മളൊരു വളരെ ക്വിക്കായ നമ്മുടെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും അതേപോലെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോക്കോ C65ൻ്റെ പ്രൈസിങ് ഞാൻ അൺബോക്സിംഗ് ചെയ്യുന്ന സമയത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. ഇത് രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആണ്, 6GB റാമും 8GB റാമും. പ്രോബ്ലം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 8,000 അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. പോക്കോ C65 എന്ന് എഴുതിയാണ്. നമുക്കിവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പോക്കോ C65. പിന്നെ ബാക്കിൽ എഴുതിയാണ് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 ഒക്ടോകോർ പ്രോസസ്സറാണ്. 2.2 GHz ആണ്. 50 MP AI ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സ്മൂത്ത് 17.1 ഡിസ്പ്ലേ ആണ്, അതായത് 6.74 inches HD ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ 18 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. മാസീവ് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 10 watt പവർ അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 18 watt ഉണ്ടെങ്കിലും 10 watt ഉള്ളൂ. 8+256 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അത് 256GB സ്റ്റോറേജ് വരെ ഈ പ്രൈസ് സെഗ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിലത്തെ പ്രൈസിങ് 13,499 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹയർ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ക്ലോസർ ടു 10,000-11,000 റുപ്പീസിൻ്റെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ പോക്കോ C65 നമുക്ക് തുറക്കാം. അപ്പോൾ ഇവിടെ ബോക്സിനകത്ത് ഫോണാണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്കൊരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ മാനുവൽ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ചാർജിങ് അഡാപ്റ്റർ കേബിൾ ഉണ്ട്. USB Type-C പോർട്ടാണ് വരുന്നത്. അതെ, Type-C പോർട്ടാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു 10 watt അഡാപ്റ്റർ ഉണ്ട്. സ്റ്റാൻഡേർഡ് 10 watt അഡാപ്റ്ററാണ്. 18 watt ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിലും 10 watt കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പോക്കോൻ്റെ C65 എന്ന് പറയുന്ന ഫോണ്. അപ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു മാറ്റ് ഫിനിഷ് ബാക്ക് പാനലാണ്. ഇത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. ഇവിടെ നമുക്ക് ഒരു കണ്ടില്ല, ഒരു ഗ്ലോസി ഫിനിഷാണ്. ഇത് രണ്ടൊരു കോമ്പിനേഷനാണ്, മാറ്റ് പ്ലസ് ഗ്ലോസിയാണ് വരുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറയാണ്. ഇവിടെ ഒരു മാക്രോ സെൻസറും കൂടെ കൊടുത്തിട്ടുണ്ട്. 50 MP സെൻസറും പിന്നെ പോർട്രേറ്റ് മാക്രോ സെൻസറാണ്. പോക്കോൻ്റെ ബ്രാൻഡിങ് ആണ്. ഇവിടെ ഒരു LED ഫ്ലാഷിംഗ് ആണ്. 50 MP രീതിയാണ്. നല്ലൊരു ഫിനിഷാണ്. അതേപോലെ തന്നെ സൈഡിലെ ഫിനിഷൊക്കെ നല്ലതാണ്. നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് പവർ ബട്ടൺ അതിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്. പിന്നെ വോളിയം കീസ് കാണാം. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഇതിന് IR ബ്ലാസ്റ്റർ ഇല്ല. പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് USB Type-C പോർട്ടും അതേപോലെ തന്നെ നമുക്ക് സ്പീക്കർ യൂണിറ്റുമാണ്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഫോൺ ബൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു 6.7 inches HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു പഞ്ച് ഹോൾ അല്ല, വാട്ടർ ഡ്രോപ്പ് ആണ് വരുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ അല്ല, വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ബെസൽസ് ഡെഫിനറ്റ്ലി ഈ സൈഡ് അധികമാണ്. താഴെയും അത്യാവശ്യം അധികം ബെസൽസ് ഉണ്ട്. എങ്കിലും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ഓക്കെ ഡിസ്പ്ലേ എന്ന് പറയാം. കാരണം ഇവിടെ നമുക്ക് കുറച്ച് കണ്ടില്ല, ബെസൽസ് സൈഡിലൊക്കെ ഉണ്ട്, താഴത്തെയും ബെസൽസ് ഹയർ ആണ്. പക്ഷേ വീണ്ടും തന്നെ ഇതൊരു ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല. നല്ലൊരു വ്യൂയിങ് ആംഗിൾസും കണ്ടില്ലേ, അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസും കണ്ടില്ലേ. വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. HD+ ആണെങ്കിൽ നല്ല കളേഴ്സാണ്, വിവിഡ് ആണ്, വൈബ്രൻറ്റും ആണ്. അതിനൊപ്പം തന്നെ ബ്രൈറ്റ്നസ് ലെവൽസും അത്യാവശ്യം നല്ല അഡിക്വേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഔട്ട്ഡോർ വിസിബിലിറ്റി കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാലും അത്യാവശ്യം ഒരു നല്ല ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ലാർജ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ ഒരു നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടച്ച് റെസ്പോൺസാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൽ വരുന്നത് പോക്കോ ആണ്, MIUI ഫോർ പോക്കോ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് ഒന്ന് എടുക്കാം. എബൌട്ട് ഫോണ് MIUI ഗ്ലോബൽ 14.0.2 ആണ്. ഇവിടെ ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ് വരുന്നത്. ഡീറ്റെയിൽ സ്പെക്ക് എടുക്കുകയാണെങ്കിൽ 2.2 GHz ആണ്, 2.2 അല്ല 2 GHz 8GB റാം ആണ്. MIUI 14.0.2. പാച്ച് പറഞ്ഞാൽ ഒക്ടോബർ പാച്ചാണ് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വേർഷൻ പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഹീലിയോ G85 ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുന്നത്. പിന്നെ നമുക്ക് MIUIയിൽ കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെ വരുന്നുണ്ട്. തീം സപ്പോർട്ട്. പിന്നെ ഇതിനകത്ത്
ഡിസ്പ്ലേനകത്ത് ഞാൻ വേറെ കാര്യം പറയാൻ മറന്നു എന്താ വെച്ചാൽ ഇതിനകത്ത് നമുക്ക് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റിഫ്രഷ് റേറ്റ് ഡീഫോൾട്ടാണ്. അപ്പോൾ നമുക്ക് പോയി കസ്റ്റം പോയിട്ട് റിഫ്രഷ് റേറ്റ് 90 ആക്കാം. അപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇവിടെ കണ്ടില്ലേ കുറച്ചും കൂടെ സ്മൂത്തർ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കിവിടെ ഇതുണ്ടല്ലേ ആ ഒരു ഫീഡ്ബാക്ക് ഇതിനെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഒരു സ്മൂത്തർ എക്സ്പീരിയൻസ് നമുക്ക് 90 ഹെർട്സിൽ കിട്ടും. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ ഇതുണ്ടല്ലോ ഒരുപാട് ബ്ലോട്ട്വെയർസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണല്ലേ. ഇഷ്ടം പോലെ ഗെയിംസ് 1 2 3 4 5 6 7 8 9 10 ഗെയിംസ് ഉണ്ട്. പിന്നെ സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ അങ്ങനെ ഒരുപാട് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ബഡ്ജറ്റ് ഡിവൈസ് ആണ്. അപ്പോൾ അതിൻ്റേതായ ചില എന്താ പറയുക ഡിസഡ്വാൻറ്റേജസും കോൺസൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് കണ്ടില്ലേ ഒരുപാട് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ്. ഇത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളതാണ്. കണ്ടില്ലേ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. എന്നാലും ഇത് ആക്ച്വലി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മേ ബി അതൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ മെഷറാണ്. അപ്പോൾ അതാണ് ഒട്ടുമിക്ക ബ്രാൻഡ്സും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഹീലിയോ G85 ആണ്. അപ് ടു 8 GB റാം ഉണ്ട്. അപ്പോൾ ഒരു ബേസിക് ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ വളരെയധികം ഹെവി യൂസേജ് ഒന്നും ഒബ്വിയസ്ലി എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീലിയോ G85 എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു വർഷമൊക്കെ മുമ്പ് ഹീലിയോ G85 ഒരു 10,000-11,000 റുപ്പീസിലൊക്കെ വന്ന ഒരു ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് ഡീസൻറ്റ് എക്സ്പീരിയൻസ്. പക്ഷേ ഇതിനകത്ത് 5G ഇല്ല എന്നുള്ള വേറൊരു പോരായ്മയാണ്. ഇപ്പോൾ നമ്മൾ 4G ഡിവൈസ് ആണ് എടുക്കണമെങ്കിൽ ഓക്കെ കുറച്ചുകൂടെ കോസ്റ്റ് കുറയ്ക്കാമെന്നുണ്ട്. പക്ഷേ 5G വേണമെങ്കിൽ ഇതിനകത്ത് ആ ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് Redmi 13C ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതാണ് 5G വരുന്നത്. അപ്പോൾ ഇത് 4G ഡിവൈസാണ്. 8 GB 6 GB റാമാണ് വരുന്നത്. പിന്നെ 256 GB സ്റ്റോറേജ് വരുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. പൊതുവേ നമ്മൾ ബഡ്ജറ്റ് ഡിവൈസിൽ 128 വരാറുള്ളൂ. പക്ഷേ 256 കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റോറേജ് വേണ്ടവർക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോക്കോ C65ൻ്റെ ആസ്പെക്റ്റ് പറയുക. അപ്പോൾ സോഫ്റ്റ്വെയർ ആയി പിന്നെ നമുക്ക് സ്പീക്കർ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ല. ലൗഡാണ്. ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിലും വീണ്ടും അത്യാവശ്യം ഫാസ്റ്റാണ്. കുഴപ്പങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ അതും എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആയിട്ട് തോന്നി. പിന്നെ കോൾ ക്വാളിറ്റി ഞാൻ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തില്ല. കോൾസൊക്കെ നല്ല ക്ലാരിറ്റിയിലൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അഗെയിൻ 4G സപ്പോർട്ട് ഇതിനകത്ത് വരുന്നുള്ളൂ. ഈ ക്യാമറാസിൻ്റെ കാര്യം പറയുന്നത് ഇവിടെ 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു മാക്രോ സെൻസറും ഒരു പ്രൈമറി സെൻസറുമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ UI നോക്കാം. അപ്പോൾ നമുക്ക് UI കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതാണ് പുതിയ മെനു ആണ് വരുന്നത്. ഇവിടെ നമുക്ക് മാക്രോ സെൻസർ ഉണ്ട്. ഡെപ്ത് സെൻസറും കൂടാണ്ട് മാക്രോ ഫോട്ടോസ് എടുക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു 2 MP മാക്രോ സെൻസർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ 1080p 30 FPS ആണ് മാക്സിമം സപ്പോർട്ട്. അത് ഒബ്വിയസ് ആണ്, ബഡ്ജറ്റ് ഡിവൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രേ സപ്പോർട്ട് വരുന്നുള്ളൂ. പിന്നെ പോർട്രേറ്റ് മോഡുണ്ട്, 50 MP മോഡുണ്ട്, നൈറ്റ് മോഡുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറ അത്യാവശ്യം ഡീസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. ഇതെല്ലാം പോക്കോ C65 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് എടുക്കുന്ന ഒരു ഫോണായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് 18 watt ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ 18 watt ചാർജർ ഇല്ല. അപ്പോൾ 10 watt ചാർജറേ ഉള്ളൂ. അപ്പോൾ പ്രോബ്ലി നിങ്ങൾക്ക് 18 watt വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു 300-400 രൂപ കൊടുത്ത 18 watt ചാർജർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കണമെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം 10 watt ചാർജിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഒരു 3 മണിക്കൂറിലേറെ ഡെഫിനറ്റ്ലി എടുക്കും. അപ്പോൾ 3-3.5 മണിക്കൂർ 5000 mAh എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 18 watt ചാർജർ വാങ്ങായിരിക്കും നല്ലത്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 300-400 റുപ്പീസിന് അത്യാവശ്യം ഡീസൻറ്റ് 18 watt ചാർജർ അവൈലബിൾ ആണ്. ഇൻഫാക്ട് ഷവോമിൻ്റെ തന്നെ 18 watt ചാർജർ അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ C65ൻ്റെ ഒരു അൺബോക്സിങ്ങും ക്വിക്ക് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇത് ഒരു ബഡ്ജറ്റ് ഡിവൈസാണ്, 4G ഡിവൈസാണ്. ഇതിൻ്റെ ഒരു മേജർ പോരായ്മ ഒബ്വിയസ്ലി 4G മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. 5G ഡിവൈസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ ഇതിനകത്ത് ഇല്ല എന്നാണ് വേണമെങ്കിൽ പറയാം. ബാക്കിയെല്ലാം കൊണ്ട് എനിക്കൊന്നൊരു ബഡ്ജറ്റ് ഡിവൈസ് എന്ന നിലയ്ക്ക് ഒരു ഡീസൻറ്റ് സെക്കൻഡറി സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ബഡ്ജറ്റ് ഓഫറിംഗ് ആണ് പോക്കോ C65. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരികയും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.